എല്ലാവർക്കും സ്മാർട്ട് ലേണിംഗ്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആരോപൽ. ഇന്ന് നമുക്ക് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അറസ്റ്റ് ഓഫ് എ പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു കുറച്ച് സെക്ഷനുകൾ നമുക്ക് എന്ത് ചെയ്യാതെ നോക്കി ചർച്ച ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് അധിക സമയം കളയുന്നില്ല, നേരെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ സെക്ഷൻ 47 BNSSന്റെ സെക്ഷൻ 47 വിശദമാക്കുന്നേ അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ അറസ്റ്റിനുള്ള കാരണവും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കണം എന്നാണ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? അയാളെ എന്ത് കുറ്റത്തിലാണ് അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം അയാളോട് പറയണം. അയാൾക്ക് ജാമ്യം ലഭിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ അതും അറിയിക്കണം. ഇവിടെ വേറെ ഒന്നുമില്ല സംഭവം. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ അറസ്റ്റ് ചെയ്ത ആളോട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയണ്ട ഇന്ന കുറ്റം ചെയ്തതിനാണ് അറസ്റ്റ് ചെയ്തത്. അത് നിനക്ക് നിന്റെ വീട്ടുകാരെയോ കൂട്ടുകാരെയോ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ജാമ്യത്തിനുള്ള അവകാശം ഉണ്ട്, ഇന്നതാണ് ആ വ്യവസ്ഥ എന്ന് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഡീറ്റെയിൽ നോക്കിയാലോ. സെക്ഷൻ 47(1) പ്രകാരം ഒരാളെ വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ മറ്റൊരാളോ ഏത് കുറ്റത്തിനാണോ അയാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നും ആ കുറ്റത്തിന്റെ പൂർണ്ണ വിവരങ്ങളും അറസ്റ്റിനുള്ള മറ്റു കാരണങ്ങളും അയാളെ ഉടനടി അറിയിക്കണം. അപ്പോൾ ഒരാളെ വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റൊരാളോ ഏത് കുറ്റത്തിനാണോ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തതെന്നും ആ കുറ്റത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളും അതിനുള്ള കാരണങ്ങളും അയാൾ അറിയിക്കുക. 47(2) പ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജാമ്യമില്ലാത്ത ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയെ അല്ലാതെ ജാമ്യമില്ലാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ജാമ്യത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ജാമ്യം ലഭിക്കാവുന്നതാണെങ്കിൽ അയാൾക്ക് ജാമ്യം ലഭിക്കാനുള്ള അവകാശമുണ്ടെന്നും അതിനായി ജാമ്യക്കാരെ ഏർപ്പാട് ചെയ്യാവുന്നതാണെന്നും അറിയിക്കുക. 47(2) അയാൾക്ക് ജാമ്യം ലഭിക്കാൻ അവകാശമുണ്ട്, നിങ്ങൾ അതിന് ജാമ്യക്കാരെ അവകാശം ഉണ്ടെന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞ് മനസ്സിലാക്കുക. ദെൻ BNSSന്റെ സെക്ഷൻ 48 പോകുമ്പോൾ അവിടെയുണ്ട് ഇതേപോലെ തന്നെ വരുന്ന കേട്ടോ. 47 എന്ന് പറയുമ്പോൾ എന്താണ്? അറസ്റ്റിനുള്ള കാരണവും ജാമ്യത്തിനുള്ള അവകാശവും പ്രതിയെ അറിയിക്കണം. സെക്ഷൻ 48 അറസ്റ്റിനെയും മറ്റും പറ്റിയുള്ള വിവരം ബന്ധുവിനെയോ സുഹൃത്തിനെയോ അറിയിക്കാൻ അറസ്റ്റ് നടത്തുന്നയാൾക്കുള്ള ബാധ്യത. BNSSന്റെ സെക്ഷൻ 48 പറഞ്ഞ് അറസ്റ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ ബന്ധുവിനെയോ അല്ലെങ്കിൽ സുഹൃത്തിനെയോ അറിയിക്കാനുള്ള അറസ്റ്റ് നടത്തുന്ന ആൾക്കുള്ള ബാധ്യതയാണ് സെക്ഷൻ 48 പറഞ്ഞത്. സെക്ഷൻ 48(1) പ്രകാരം BNSS പ്രകാരം അറസ്റ്റ് നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മറ്റൊരാളോ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ വെളിപ്പെടുത്തുന്ന സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ അറസ്റ്റിനെ പറ്റിയുള്ള വിവരം അറസ്റ്റിലായ വ്യക്തിയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം എന്നിവ ഉടനടി അറിയിക്കുക. 48 പറയുന്നത് എത്രയേ ഉള്ളൂ. നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളത് പറയും അറസ്റ്റ് ചെയ്ത വിവരം വീട്ടിൽ അറിയിക്കണം എന്ന്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഒരു വീട്ടിൽ തന്നെ എന്നില്ല, ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മറ്റൊരാളെയോ അറിയിക്കണം. അപ്പോൾ ഈ പോലീസുകാരൻ എന്ത് ചെയ്യും? അയാളെ വിളിച്ചിട്ട് ഇന്ന സ്റ്റേഷനിലാണ് ഇന്ന കാര്യത്തിന് അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ജസ്റ്റ് മ്യൂസിയം സ്റ്റേഷൻ എന്ന് വിചാരിക്കുക. മ്യൂസിയം സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് നിങ്ങളെ നിർത്തിയിട്ടുണ്ട്, ഇന്ന കുറ്റമാണ് ചെയ്തിട്ടുള്ളത്, ജാമ്യം ലഭിക്കാവുന്നതാണെങ്കിൽ അങ്ങനെ അതിൻ്റെ കാര്യം പറയാം, അല്ലെങ്കിൽ കോടതിയിൽ നിന്നാണ് ജാമ്യം ലഭിക്കുന്ന കേസാണെങ്കിൽ അത് അങ്ങനെ പറയാം. അതാണ് 48(1) പറഞ്ഞത്. ഇനി ഇത് നമ്മൾ കറക്റ്റാ നടക്കേണ്ട ഒരു കാര്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് മറ്റൊക്കെ ഉണ്ട്. നമുക്ക് അതിലോട്ട് പോവാം. 48(2) അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ 48(1) പ്രകാരമുള്ള അവകാശങ്ങളെ പറ്റി പോലീസ് ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയെ അറിയിക്കേണ്ടതാണ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ ആ വ്യക്തിയോട് പറയണം. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. 48(3) പോകുമ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച വിവരം ആരെയാണ് അറിയിച്ചതെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന മാതൃകയിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തണം. അപ്പോൾ 48(3) ഈ പോലീസുകാരൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്തെന്നറിയോ? എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിൽ എത്തിച്ചു, എന്ന് പറയുന്ന വ്യക്തി ഇന്ന കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത്. 47 48 എന്താ? അയാൾ പറഞ്ഞ ഈ വ്യക്തിയെ ഞാൻ ഈ കാര്യം അയാളെ പറ്റിയുള്ള അറസ്റ്റ് അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇന്ന വ്യക്തിയെ ഞാൻ അറിയിച്ചിട്ടുണ്ട് എന്ന് സർക്കാർ നിർദ്ദേശിക്കുന്ന മാതൃകയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തേണ്ടതാണ്. 48(4) 48(2), 3 എന്നീ വകുപ്പുകൾ അല്ലെങ്കിൽ ഉപവകുപ്പുകൾ കറക്റ്റായിട്ട് നടന്നു എന്ന് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ഏത് മജിസ്ട്രേറ്റിന് മുമ്പാകെയാണോ ഹാജരാക്കേണ്ടത് ആ മജിസ്ട്രേറ്റ് ഉറപ്പുവരുത്തണം. 48(4) പറഞ്ഞ എത്രയേ ഉള്ളൂ. ഈ ചെയ്ത കാര്യം പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് ആ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യേണ്ടതാ? ഉറപ്പുവരുത്തേണ്ടതാ. അത്രയേ ഉള്ളൂ. 48 എന്താ പറയുക? അറസ്റ്റ് ചെയ്ത വിവരം പ്രതിയുടെ ബന്ധുവിനെയോ വീട്ടുകാരെയോ ഒക്കെ അറിയിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അത് നോക്കുക. 49 പോകുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നയാളുടെ ദേഹപരിശോധന. സെക്ഷൻ 49 BNSSന്റെ സെക്ഷൻ 49 അറസ്റ്റ് ചെയ്യുന്നയാളുടെ ദേഹപരിശോധന. എപ്പോഴാണ് അറസ്റ്റ് ചെയ്ത ആളുടെ ദേഹപരിശോധന ചെയ്യുന്നേ? അവനെ ഇന്ന് നമ്മൾ വിടുന്നില്ല, ഇന്നത്തെ ദിവസം അവനെ നമ്മൾ സ്റ്റേഷനിൽ പാർപ്പിക്കാൻ പോവുകയാണ്, നാളെ നമ്മൾ കോടതിയിൽ ഹാജരാക്കും, അല്ലെങ്കിൽ പ്രതിയെ നമ്മൾ ലോക്കപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക.
പ്രതിയെ ലോക്കപ്പ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ സെക്ഷൻ 49(1) നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ ദേഹപരിശോധന നടപ്പിലാക്കുന്ന സാഹചര്യം ഇത്രയേ ഉള്ളൂ. അവൻ ഇന്ന് തിരിച്ചു പോവില്ല. അവൻ ഇന്നത്തെ ദിവസം മുഴുവൻ സ്റ്റേഷനിലാണ് നിൽക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിലാണ് ദേഹപരിശോധന നടത്തുന്നത്. ഇടയെ സംശയം തോന്നി ഒരാളെ ശരീരം പരിശോധിക്കുന്ന കാര്യമല്ല. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നു, അവൻ അവിടെ നിർത്തിക്കാൻ പോവാ. അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു ഉദ്യോഗസ്ഥനോ സ്വകാര്യ വ്യക്തിയോ ഒരാളെ അറസ്റ്റ് ചെയ്ത ശേഷം ഏത് പോലീസ് ഉദ്യോഗസ്ഥനെയാണ് തുടർ നടപടികൾക്കായി ഏൽപ്പിക്കുന്നത്, ആ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ടയാളുടെ ദേഹപരിശോധന ചെയ്യാവുന്നതാണ്. 49(1) എന്താ പറഞ്ഞേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയോ ഒരാളെ അറസ്റ്റ് ചെയ്ത ശേഷം ഏത് പോലീസ് ഉദ്യോഗസ്ഥനെയാണ് തുടർ നടപടികൾക്കായി ഏൽപ്പിക്കുന്നത്, ആ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ടയാളുടെ ദേഹപരിശോധന ചെയ്യേണ്ടതാണ്. ക്ലിയർ ആണേ? ഇനി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആവശ്യമായ വസ്ത്രങ്ങൾ ഒഴികെ അയാളുടെ മറ്റെല്ലാ സാധനങ്ങളും പോലീസ് ഉദ്യോഗസ്ഥൻ സുരക്ഷിതമായ കസ്റ്റഡിയിൽ വെക്കേണ്ടതും, അഥവാ അറസ്റ്റ് ചെയ്ത വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റ്, രസീതാക്കി കൊടുക്കുകയും വേണം. അതായത് ഒരാളെ ലോക്കപ്പ് ചെയ്യുന്ന സമയത്ത് അയാളുടെ കയ്യിൽ അയാൾക്ക് എന്താ ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ഒഴികെ, അല്ലാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ഹെഡ്സെറ്റും ഫോണും ഒക്കെ തന്നിട്ടാണോ ലോക്കപ്പ് ഇടുന്നത്? നമുക്ക് അവിടെ നിന്ന് ചില്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അതൊന്ന് മനസ്സിലാക്കുക. ലോക്കപ്പിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും പോലീസ് ഉദ്യോഗസ്ഥൻ നമ്പറിട്ട് സുരക്ഷിതമായ കസ്റ്റഡിയിൽ വെക്കണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവ കാണിച്ചുകൊണ്ടുള്ള രസീതും അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് നൽകേണ്ടതാണ്. സെക്ഷൻ 49. ഇനി BNSS പ്രകാരം ഒരാളെ ദേഹപരിശോധന ചെയ്യാവുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? 49(1) പ്രകാരം ഒരാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാൽ ജാമ്യമില്ലാ വാറന്റ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, അപ്പൊ ഇവിടെ ഇയാൾ അറസ്റ്റ് ചെയ്ത് എന്ത് വാറന്റിന്റെ പുറത്താ? ജാമ്യമില്ലാ വാറന്റിന്റെ പുറത്താ. അപ്പൊ അയാൾക്ക് ജാമ്യം ലഭിക്കാൻ പോകുന്നില്ല, അയാൾ അവിടെ നിന്നേ പറ്റുള്ളൂ. 2, ഒരാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാൽ ജാമ്യമുള്ള വാറന്റ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുകയും എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾക്ക് ജാമ്യം നൽകാൻ കഴിയാതിരിക്കുകയും ചെയ്യും. ഒന്നാമത്തെ സാഹചര്യം ജാമ്യം അവന് കൊടുക്കത്തില്ല. 2, അവന് ജാമ്യം കിട്ടേണ്ട വാറന്റാണ്, പക്ഷെ എന്ത് പറ്റി? കോടതിയിൽ ജാമ്യത്തിനുള്ള ഒരു പരിപാടി നടന്നില്ല, ജാമ്യം കൊടുക്കാനായിട്ട് നൽകാൻ കോടതി അവധി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുക. ദെൻ 49(1) പറയാ, ഒരാൾ വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെടുകയോ വാറന്റ് പ്രകാരം സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുകയും എന്നാൽ നിയമപ്രകാരം ജാമ്യം അനുവദിക്കപ്പെടാതിരിക്കുകയോ ജാമ്യം നൽകാൻ കഴിയാതിരിക്കുകയോ ചെയ്യുമ്പോൾ, അതായത് ഇവിടെ വാറന്റ് കൂടെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ വാറന്റോടെ സ്വകാര്യ വ്യക്തിയെ അറസ്റ്റ് ചെയ്തു, പക്ഷെ എന്ത് പറ്റി? ജാമ്യം കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ല. അങ്ങനെയെങ്കിൽ ആളവിടെ നമ്മൾ കസ്റ്റഡി നിർത്താൻ പോവാ. 49(2) ആവശ്യമായ സാഹചര്യങ്ങളിലെല്ലാം സ്ത്രീയെ ദേഹപരിശോധന നടത്തുന്നത് ആര് തന്നെ ആയിരിക്കണം? മറ്റൊരു സ്ത്രീ ആയിരിക്കണം. 49 അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ദേഹപരിശോധന. നമ്മൾ ആരെയാ ദേഹപരിശോധന ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പായും മനസ്സിലാക്കുക. ദേഹപരിശോധന ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഇന്ന് ആ പ്രതിയെ വിടുന്നില്ല, ഇന്ന് അവനെ നമ്മളോട് പാർപ്പിക്കാൻ പോവാ, അവനെയാണ് നമ്മൾ ദേഹപരിശോധന ചെയ്യുന്നത്. കാര്യം അവൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനാണ് വരുന്നത്. അതുകൊണ്ടാണ്. സെക്ഷൻ 50 ആക്രമണ ആയുധങ്ങൾ പിടിച്ചെടുക്കാനുള്ള അധികാരം. BNSSന് കീഴിൽ നടക്കുന്ന അല്ലെങ്കിൽ അറസ്റ്റ് നടക്കുന്നതെന്നാണ്, ടൈപ്പ് മിസ്റ്റേക്ക് ആണ്. അറസ്റ്റ് നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയിൽ നിന്ന് ഉടൻ തന്നെ ആക്രമണ ആയുധങ്ങൾ കൈക്കലാക്കുവാനും ആ വ്യക്തിയെ ഹാജരാക്കേണ്ട കോടതിക്ക് മുമ്പാകെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന് മുമ്പാകെയോ ആയുധങ്ങൾ ഹാജരാക്കേണ്ടതുമാണ്. അപ്പോൾ BNSSന് കീഴിൽ അറസ്റ്റ് നടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാടെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ആളുടെ കയ്യിൽ നിന്ന് ആയുധം പിടിച്ചെടുക്കാം. സെക്ഷൻ 50 ഇത്രയും നിങ്ങൾ ആലോചിക്കുക. ഒരു വ്യക്തി തെരുവിൽ നിന്ന് അല്ലെങ്കിൽ റോഡിൽ നിന്ന് ഒരു വാൾ കൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്, അവനെ നമ്മൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അവൻ്റെ വാളും കൂടെ നമ്മൾ പിടിച്ചുകൊണ്ട് വരൂലേ? അതാണ് സെക്ഷൻ 50. ഇതുപോലെ ബന്ധമുള്ള ഒരു സെക്ഷൻ നമ്മുടെ കേരള പോലീസ് ആക്ടിന്റെ സെക്ഷൻ 39 നമ്മൾ പറയുന്നുണ്ട് അല്ലേ? കുറ്റകൃത്യത്തിനായി ഉപയോഗിക്കുന്ന വസ്തു അല്ലെങ്കിൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട വസ്തു ഒക്കെ പിടിച്ചെടുക്കാൻ പോലീസിന് അധികാരം ഉണ്ടെന്ന്. അതും ഇത് ഏറെക്കുറെ ഒരുപോലെ തന്നെയാണെന്ന് വിചാരിക്കുക. ഇവിടെ ആക്രമണ ആയുധങ്ങളാണ്. ഓക്കെ, ഇനി ആയുധം എന്ത് ചെയ്യണം? കോടതിക്ക് മുമ്പാകെയോ അല്ല എങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥന് മുമ്പാകെയോ ആയുധങ്ങൾ ഹാജരാക്കേണ്ടതാണ്. സെക്ഷൻ 51, 52, 53 ഈ 3 സെക്ഷനുകളിൽ പറയുന്നത് പ്രതിയെ അല്ലെങ്കിൽ എന്താ പറയുക മെഡിക്കൽ ഓഫീസറോ മെഡിക്കൽ പ്രാക്ടീഷണറോ ഒക്കെ പരിശോധിക്കുന്നതാണ്. നമുക്ക് നോക്കാം. സെക്ഷൻ 51 പോലീസ് ഉദ്യോഗസ്ഥന്റെ അപേക്ഷയിന്മേൽ പ്രതിയെ മെഡിക്കൽ പ്രാക്ടീഷണർ പരിശോധിക്കുന്നത്. സെക്ഷൻ 51 എന്താ പറഞ്ഞേ? പോലീസ് ഉദ്യോഗസ്ഥന്റെ അപേക്ഷയിന്മേൽ പ്രതിയെ മെഡിക്കൽ പ്രാക്ടീഷണർ പരിശോധിക്കുന്നത്. 51(1) പ്രകാരം ആവശ്യമായ സന്ദർഭങ്ങളിൽ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അപേക്ഷയിന്മേലും രജിസ്ട്രേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടയാളുടെ ദേഹപരിശോധന നടത്തേണ്ടതാണ്. ഓക്കെ, 51(2) എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീയാണ് ദേഹപരിശോധന നടത്തേണ്ടതെങ്കിൽ അവിടെ ആരാ വരേണ്ടത്? വനിതാ ഡോക്ടർ ആയിരിക്കണം. സ്ത്രീയെയാണ് പരിശോധിക്കേണ്ടെങ്കിൽ അവിടെ അത് വനിതാ ഉദ്യോഗസ്ഥയായിരിക്കണം. ദെൻ 59(3) രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഒരു കാലതാമസവും ഉണ്ടാകാതെ പരിശോധനാ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് അയക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പരിശോധന നടത്തിയാൽ തന്നെ അതിൻ്റെ റിപ്പോർട്ട് ഉടനെ തന്നെ ഉദ്യോഗസ്ഥന് എടുക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനാണ്, നമ്മളങ്ങോട്ട് വേറെ അത് പഠിക്കുമല്ലോ മാറ്റം.
ഈ പരിശോധന എന്നതിൽ രക്തം, രക്തക്കറകൾ, ശുക്ലം, ലൈംഗിക കുറ്റങ്ങളുടെ സംഗതിയിലാണെങ്കിൽ അതുമായിട്ട് തുടച്ച തുണി, കഫം, വിയർപ്പ്, മുടിയുടെ സാമ്പിളുകൾ, നഖച്ചീളുകൾ, രജിസ്ട്രേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആവശ്യമെന്ന് കരുതുന്ന DNA പ്രൊഫൈലിങ്ങോ അതുപോലുള്ള മറ്റു പരീക്ഷണങ്ങൾ ഉൾപ്പെടെ ആധുനികവും ശാസ്ത്രീയവും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഉൾപ്പെടുന്നതാണ്. അതായത് ഈ പരിശോധന എന്ന ടേം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാണ് അവിടെ പറഞ്ഞത്. പരിശോധനയ്ക്കകത്ത് ശരീരസ്രവങ്ങൾ എടുക്കുക, രോഗിയല്ല, കുറ്റവാളിയുടെ ശരീരസ്രവങ്ങൾ സ്വീകരിക്കാം, അയാളുടെ DNA സാമ്പിളിങ്സ് എടുക്കാം, ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് നമ്മുടെ 51(3) പറഞ്ഞിരിക്കുക. ദെൻ രജിസ്ട്രേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്നാൽ 2019 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ടിൽ, അതും ടൈപ്പ് മിസ്റ്റേക്ക് ആണ്, ആക്ട് ആണ്, 2019 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ടിൽ ഏതെങ്കിലും മെഡിക്കൽ യോഗ്യതയുള്ളതും ഒരു നാഷണൽ മെഡിക്കൽ കമ്മീഷൻ രജിസ്റ്ററിൽ അല്ലെങ്കിൽ സംസ്ഥാന മെഡിക്കൽ കമ്മീഷൻ രജിസ്റ്ററിൽ പേര് ചേർക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്നാണ് അർത്ഥം. ഈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡോക്ടർ ആയിരുന്ന. ഇനി സെക്ഷൻ 52 പോകുമ്പോൾ ബലാത്സംഗം കുറ്റം ചുമത്തപ്പെട്ടയാളെ ചികിത്സകൻ പരിശോധിക്കുന്നത്. ബലാത്സംഗ കുറ്റം ആരോപിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തി ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ അയാളുടെ ശരീരത്തിൽ എന്ത് കാണും? ഈ ബലാത്സംഗത്തിന് ചെയ്തതിനുള്ള തെളിവ്. കുറ്റവാളിയുടെ കാര്യമോ പറയുന്ന ഇരയുടെ പരിശോധന അല്ല, നമ്മൾ പിന്നീട് സാക്ഷി കാര്യങ്ങളൊക്കെ പഠിക്കും. സെക്ഷൻ 52 പറയാ ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ടയാളെ ചികിത്സകൻ പരിശോധിക്കുന്നത് 52(1) പ്രകാരം ബലാത്സംഗ കുറ്റം ചെയ്തതിനോ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ഒരാളെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ദേഹപരിശോധന കൊണ്ട് തെളിവ് ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ ന്യായമായ കാരണമുണ്ടെങ്കിൽ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും നിർദ്ദേശപ്രകാരം ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അഭാവത്തിൽ അപ്രകാരമുള്ള കുറ്റം ചെയ്യപ്പെട്ട സ്ഥലത്തിന്റെ 16 കിലോമീറ്ററിനുള്ളിൽ മറ്റേതെങ്കിലും രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ മേലെ പരിശോധന നടത്താം. 52(1) ഇത്രയേ ഉള്ളൂ. ബലാത്സംഗ കുറ്റം ചെയ്തതിന് സംശയിക്കപ്പെടുന്ന സാഹചര്യത്തിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തു. ആ വ്യക്തിനെ നമുക്ക് പരിശോധിക്കാൻ വേണ്ടി രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അടുത്ത് കൊണ്ടുപോകാം. ഇനി ആ സ്ഥലത്ത് അയാൾ ലഭ്യമല്ലെങ്കിൽ 16 കിലോമീറ്റർ ചുറ്റളവിലുള്ള മറ്റൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം. 52(1). ഇനി നമുക്ക് ഇവർ എന്തൊക്കെ നോക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ അറിയേണ്ടതെന്നൊക്കെ അറിയണമല്ലോ. നമുക്ക് അങ്ങോട്ട് പോവാം. മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ മെഡിക്കൽ പരിശോധന നടത്തുന്നതിനേക്കായി ന്യായമായ ആവശ്യമായിട്ടുള്ള ബലം പ്രയോഗിക്കുന്നത് നിയമാനുസൃതമാണ്. അതായത് പ്രതിനെ മെഡിക്കൽ പരിശോധനകൾക്ക് വിധേയമാക്കുന്ന സമയത്ത് ഇയാളെ സമ്മതിക്കാതിരുന്ന പോലീസുകാർ പിടിച്ചെട്ടി വെച്ച് പരിശോധിപ്പിക്കണമെന്ന ആവശ്യമായിട്ടുള്ള ബലം പ്രയോഗിക്കാം. 52(2) ഇവിടെ ഉറപ്പായിട്ടും പുരുഷന്മാരായിരിക്കും കേട്ടോ വരുന്നത്. കാരണം ഇന്ത്യയിൽ ബലാത്സംഗ കുറ്റം പുരുഷന്മാർക്ക് നേരെ ആരോപിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പോക്സോ കേസിലാണെങ്കിൽ ലിംഗഭേദമില്ല, സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ കുറ്റവാളികളായിട്ട് വരും. എന്നാൽ അല്ലാത്ത കേസുകളിലൊക്കെയും ബലാത്സംഗ കുറ്റം പുരുഷന്മാർക്ക് നേരെ മാത്രമേ ആരോപിക്കാൻ സാധിക്കുള്ളൂ. 52(2) മറ്റേത് പ്രകൃതി വിരുദ്ധ പീഡനം അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. 52(2) BNSS സെക്ഷൻ 52(1) പ്രകാരം പരിശോധന നടത്തുന്ന മെഡിക്കൽ പ്രാക്ടീഷണർ ആ പരിശോധന കാലതാമസം കൂടെ പെട്ടെന്ന് നടത്തണം. കാര്യം എന്താ? ഈ ബോഡിയിലെ തെളിവുകളല്ലേ, അത് ഓരോ ദിവസം കഴിയും തോറും എന്ത് പറ്റൂടെ മാഞ്ഞ് പൊക്കൊണ്ടേയിരിക്കും. പരിശോധനയുടെ വിശദ വിവരങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുമാണ്. ഇനി ഈ പറഞ്ഞ മെഡിക്കൽ പ്രാക്ടീഷണർ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന വിവരങ്ങൾ എന്തൊക്കെ നോക്കിയോ. ഒന്ന്, കുറ്റാരോപിതന്റെയും ആളെ കൊണ്ടുവന്ന ആളുടെയും പേരും മേൽവിലാസവും. ആരാണ് കുറ്റാരോപിതൻ, അയാളെ കൊണ്ടുവന്ന പോലീസുകാരൻ്റെയും ഡീറ്റെയിൽസ് വേണം. ദെൻ കുറ്റാരോപിതന്റെ പ്രായം, കുറ്റാരോപിതന്റെ ശരീരത്തിലുള്ള മുറിവേറ്റതിന്റെ അടയാളങ്ങൾ, അതായത് അയാളുടെ ശരീരത്തിൽ മുറിവേറ്റ അതിനെ പറ്റിയ ഡീറ്റെയിൽ ഇത് പറയാം, മുറിവേറ്റതിന്റെ അടയാളങ്ങൾ. ഇനി DNA പ്രൊഫൈലിങ്ങിന് വേണ്ടി കുറ്റാരോപിതന്റെ ശരീരത്തിൽ നിന്ന് ഏതൊക്കെ സാമ്പിൾ എടുത്തോ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ. പിന്നെ മറ്റെന്തെങ്കിലും ഡോക്ടർക്ക് തോന്നുന്ന വിവരങ്ങൾ, സാരവത്തായ മറ്റു വിവരങ്ങളും ന്യായമായ വിശദാംശങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കണം. ദെൻ പലപ്പോഴും ഒരു ഡോക്ടറുടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു ഡോക്ടർക്ക് കിട്ടുന്ന തെളിവുകളാണ് പലപ്പോഴും പല കേസുകളിലും കുറ്റം തെളിയിക്കുന്നതിനായിട്ട് കാരണമായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മെഡിക്കോ ലീഗൽ ഉദ്യോഗസ്ഥനും ആയിരുന്ന പിന്നീട് അതിലും തന്നെ വലിയൊരു രീതിയിലേക്ക് ഉയർന്നു വന്ന ഡോക്ടർ ഉമാദത്തൻ്റെ പുസ്തകമുണ്ട്, ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പുസ്തകം നിങ്ങൾ എന്താ പറയുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പോലീസ് ജോലിയോ മറ്റു കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റോടുകൂടെ ആഗ്രഹിക്കുന്ന ആൾക്കാർ പറ്റുമെങ്കിൽ ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് ഇതുപോലെ കുറേ കാര്യങ്ങൾ, അതായത് ഈ മരണത്തിലോ കുറ്റത്തിലോ ഒക്കെ ശരീരത്തിൽ നിന്നുള്ള സാമ്പിളുകളും എന്താ പറയുക, നമ്മുടെ ഈ ഫേസ് റീകൺസ്ട്രക്ഷനും ഇമ്പോസിഷനൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഡോക്ടർ ഉമാദത്തനാണ് കേരളത്തിൽ. ഓക്കെ, അപ്പോൾ അതുപോലെ കുറേ സംഭവങ്ങളുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ വായിച്ചു നോക്കുക കേട്ടോ. PDF ഒക്കെ വെറുതെ ഗൂഗിൾ ചെയ്താൽ PDF കിട്ടുന്ന ഒരു പുസ്തകമാണ് അത്. ശരിക്കും അങ്ങനെ പറഞ്ഞുകൂടാ കേട്ടോ, കാര്യം അത് കോപ്പിറൈറ്റ് ഉള്ള പുസ്തകവും വിൽക്കപ്പെടുന്ന പുസ്തകമൊക്കെ ആയതുകൊണ്ട് ഗൂഗിളിൽ അങ്ങനെ കിട്ടുന്നൊക്കെ നമ്മൾ പറയാൻ പാടില്ല. ശരിക്കും അത് കോപ്പിറൈറ്റ് ആക്ട് പ്രകാരമൊക്കെ കുറ്റമായിട്ട് വരുന്നതാണ്. എന്നാലും നമുക്ക് PDF വായിക്കാൻ ശീലമുള്ള ആൾക്കാരാണെങ്കിൽ PDF വായിക്കാം. ഓക്കെ, കാര്യം ഞാൻ പൊതുവെ PDF വായിക്കാറ്. എൻ്റെ കംഫർട്ടിന് PDF ഞാൻ കൂടുതൽ വായിക്കാറ്. കുറച്ചുകൂടെ നമുക്ക് ബുക്ക് കൊണ്ടു കിടക്കുന്ന പോലെ എളുപ്പമല്ലേ, കുറച്ചുകൂടെ നമുക്ക് എപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്ഷൻ 52(3)
പരിശോധനാ വേളയിൽ എത്തിച്ചേർന്ന ഓരോ നിഗമനത്തിനുള്ള കാരണങ്ങൾ റിപ്പോർട്ടിൽ കൃത്യമായും പറഞ്ഞിരിക്കണം. അതായത് ഈ റിപ്പോർട്ടിൽ പ്രതിയുടെ ശരീരത്തിൽ ഒരു നഖം കൊണ്ട മുറിപ്പാടുണ്ട്. ഈ മുറിപ്പാടിൻ്റെ എത്ര സമയത്താണ് ആ മുറിപ്പാട് ഏറ്റത്, ആ മുറിപ്പാട് എന്താ പറയുക, ഇയാളുടെ പീഡന ശ്രമത്തിനിടയിൽ ഇരയുടെ ചെറുത്തുനിപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിരിക്കാം ആ മുറിപ്പാട്, അല്ലെങ്കിൽ ബൈറ്റ് മാർക്ക്, ടീത്തിൻ്റെ ബൈറ്റ് മാർക്ക്, ഈ കാര്യങ്ങളൊക്കെ സാമ്പിളായിട്ട് എടുക്കും. ദെൻ പിന്നെ ഏതെങ്കിലും ഫ്ലൂയിഡിൻ്റെ പ്രസൻസ് ബോഡിയിലുള്ള. 52-4 പരിശോധന ആരംഭിച്ചതും പൂർത്തിയാക്കിയതുമായ കൃത്യമായ സമയങ്ങളും റിപ്പോർട്ടിൽ കുറിക്കേണ്ടതാണ്. 52-4 പരിശോധന ആരംഭിച്ച സമയവും അതുപോലെ പൂർത്തിയാക്കിയതുമായ കൃത്യമായ സമയങ്ങളും റിപ്പോർട്ടിൽ കുറിക്കേണ്ടതാണ്. 52-5 രജിസ്ട്രേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ റിപ്പോർട്ട് യാതൊരു കാലതാമസവും കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥന് അയച്ചു കൊടുക്കേണ്ടതും അദ്ദേഹം 193-ാം വകുപ്പിൽ പരാമർശിച്ചിരിക്കുന്ന മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കേണ്ടതാണ്. നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ 52-5 ഇയാൾ റിപ്പോർട്ട് നേരെ ഉദ്യോഗസ്ഥന് കൊടുക്കുക, ഉദ്യോഗസ്ഥനത്ത് മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇതിലെ ഡോക്ടർ എത്തിച്ചേരുന്ന ഓരോ കൺക്ലൂഷൻസും എന്തുകൊണ്ടാണെന്നും എന്തുകൊണ്ട് അതിലോട്ട് എത്തിച്ചേർന്നുവെന്നും അതിനുള്ള നിയമം സാധുതയും കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിരിക്കണം. കാര്യം പിന്നീട് ഡോക്ടർക്ക് സമൻസ് വരും, ഡോക്ടർ കോടതിയിൽ പോയി സംസാരിക്കേണ്ടതായും വരും കേട്ടോ. ഓക്കെ, സമൻസ് എന്ന് പറയാൻ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നല്ലേ, അത് മനസ്സിലാക്കുക, കോടതിയിൽ പോയിട്ട് കാര്യം ബോധിപ്പിക്കാനാണ്. സെക്ഷൻ 53 അറസ്റ്റ് ചെയ്യപ്പെട്ടയാളിനെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്ന ഒരു മെഡിക്കൽ ഓഫീസറാണ്, അതായത് സർക്കാർ ആശുപത്രിയിലെ ഏറ്റവും ചുമതലപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥൻ. 53-1 ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അറസ്റ്റ് നടത്തിയതിനു ശേഷം കഴിയുന്നത്ര പെട്ടെന്ന് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ ഉള്ള ഒരു മെഡിക്കൽ ഓഫീസറെ കൊണ്ടോ, മെഡിക്കൽ ഓഫീസർ ഇല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണറെ കൊണ്ടോ പരിശോധിപ്പിക്കേണ്ടതാണ്. 51 പറഞ്ഞത് മെഡിക്കൽ പ്രാക്ടീഷണർ SIയുടെ അപേക്ഷയുമായി പരിശോധിക്കുന്നത്. 52 ബലാത്സംഗ കുറ്റത്തിനുള്ള പ്രതിയെ പരിശോധിക്കുന്നത്. 53 അറസ്റ്റ് ചെയ്യപ്പെട്ടയാളിനെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത്. മാറരുത്. മെഡിക്കൽ ഓഫീസർക്കോ രജിസ്ട്രേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർക്കോ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരിക്കൽ കൂടെ ദേഹപരിശോധന നടത്തണമെങ്കിൽ നടത്താം. എന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സ്ത്രീ ആണെങ്കിൽ വനിതാ മെഡിക്കൽ ഓഫീസറോ അല്ലെങ്കിൽ വനിതാ മെഡിക്കൽ പ്രാക്ടീഷണറോ ആയിരിക്കണം പരിശോധന നടത്തേണ്ടത്. ഇതൊക്കെ നമുക്ക് നോർമലി അറിയാവുന്ന കാര്യം, അപ്പോൾ അതിലോട്ട് കൂടുതൽ കഥയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, 53-2 അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ പരിശോധിക്കുന്ന മെഡിക്കൽ ഓഫീസറും രജിസ്റ്റർ ചെയ്ത മെഡിക്കൽ പ്രാക്ടീഷണറും ഒക്കെ പരിശോധനയുടെ റിപ്പോർട്ട് തയ്യാറാക്കുക. ആ റിപ്പോർട്ടിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളിൻ്റെ ദേഹത്തുള്ള മുറിവടയാളങ്ങൾ, അവ ഏറ്റ സമയം, അവയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കണം. അതായത് പോലീസുകാർ ലോക്കപ്പിൽ വെച്ചോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്തോ തല്ലിയോ എന്നുള്ളതാണ് ആ മുറിവ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. കാര്യം അങ്ങനെ എന്തെങ്കിലും മുറിവ് പറ്റിയതാണോ എന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിൽ കാണിക്കണം, അതുകൊണ്ടാണ്. എന്നിട്ടോ 53-3 പ്രകാരം പരിശോധനാ റിപ്പോർട്ടിൻ്റെ ഒരു പകർപ്പ് പ്രസ്തുത മെഡിക്കൽ ഓഫീസർ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾക്കോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റൊരാൾക്കോ നൽകേണ്ടതാണ്. 53-3 പ്രകാരം പരിശോധനാ റിപ്പോർട്ടിൻ്റെ ഒരു പകർപ്പ് പ്രസ്തുത മെഡിക്കൽ ഓഫീസർ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾക്കോ അല്ലെങ്കിൽ അയാൾ നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റൊരാൾക്കോ നൽകേണ്ടതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പ്രതി കസ്റ്റഡി മർദ്ദനത്തിനിരയായി എന്നതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ റിപ്പോർട്ട്, ഇൻ കേസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ സെക്ഷൻ 54 അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ തിരിച്ചറിയൽ. നമുക്കത് നോക്കാം. ഒരു കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി അപ്രകാരമുള്ളൊരു കുറ്റത്തിൻ്റെ അന്വേഷണത്തിലേക്ക് അയാളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളോ കൂടുതൽ ആളുകളോ തിരിച്ചറിയേണ്ടത് ആവശ്യമാണെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന പ്രകാരം അധികാരമുള്ള കോടതിക്ക് ആ വ്യക്തിയെ തിരിച്ചറിയൽ നടത്തുന്നതിന് സ്വയം വിധേയനാകാൻ നിർദ്ദേശിക്കുന്നതാണ്. കാര്യം എന്താണെന്ന് മനസ്സിലായോ? അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ തിരിച്ചറിയൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് തിരിച്ചറിയൽ പരേഡുകളില്ലേ, അതായത് തിരിച്ചറിയൽ പരേഡുകൾ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരെ നിർത്തിയിട്ടൊക്കെയുള്ള സംഭവമാണ്. എന്നാലും പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഞാനൊരു കുറ്റം ചെയ്തു എന്ന് സംശയിച്ച് എന്നെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ കുറ്റത്തിനിരയായ വ്യക്തിയോ അല്ലെങ്കിൽ എന്നെ കണ്ട സാക്ഷികളോ ഉണ്ടായിരിക്കുമല്ലോ, അവരെ മുമ്പിൽ എന്നെ നിർത്തിയിട്ട് ഇവനാണോ അത് എന്ന് ചോദിക്കും. അതിനുള്ള അനുമതി കോടതി കൊടുക്കും. അതാണ് സെക്ഷൻ 54. ഞാനൊരു കുറ്റം ചെയ്തു എന്ന് സംശയിച്ച് എന്നെ അറസ്റ്റ് ചെയ്തു. ആ കുറ്റത്തിൽ പരാതിക്കാരോ അല്ലെങ്കിൽ ബാധിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ സാക്ഷിയോ കാണും. ഈ സാക്ഷിയെ വിളിച്ചു നിർത്തിയിട്ട് ഇവരെ തന്നെ അന്ന് കണ്ടതെന്ന് ചോദിക്കത്തില്ലേ, അതാണ് ഇവിടുത്തെ തിരിച്ചറിയൽ സംഭവം. സാധാരണ രീതിയിൽ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിലോ മറ്റൊന്നും കാണിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ പൊതുജനങ്ങൾക്ക് മുന്നിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ്. ഏതാ നമ്മുടെ കേരള പോലീസ് ആക്ടിന്റെ സെക്ഷൻ 31 പറയുന്നുണ്ട്. മൂന്നാമതൊരാൾ അറിയില്ലെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും കാണിക്കാൻ പാടില്ല എന്ന്. എന്നാൽ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? തിരിച്ചറിയൽ പരേഡിന് നടത്താം. ആ തിരിച്ചറിയൽ പരേഡ് നമുക്ക് നടത്താം. ദെൻ അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ തിരിച്ചറിയുന്നയാൾ മാനസികമായോ ശാരീരികമായോ വൈകല്യമുള്ള ഒരാളാണെങ്കിൽ അപ്രകാരമുള്ള തിരിച്ചറിയൽ ഒരു മജിസ്ട്രേറ്റിന്റെ മേൽനോട്ടത്തിലാണ് നടത്തേണ്ടത്. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നയാളെ തിരിച്ചറിയുന്നയാൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും വൈകല്യമുള്ള ഒരാളാണെങ്കിൽ ആ തിരിച്ചറിയൽ അവിടെ നടത്തേണ്ടത് ഒരു മജിസ്ട്രേറ്റിന്റെ മേൽനോട്ടത്തിലായിരിക്കണം. ഇനി അറസ്റ്റ് ചെയ്യപ്പെടുന്നയാളെ തിരിച്ചറിയുന്നയാൾ മാനസികമായോ ശാരീരികമായോ വൈകല്യമുള്ള ആളാണെങ്കിലോ തിരിച്ചറിയൽ പ്രക്രിയയുടെ ഓഡിയോ വീഡിയോ ചിത്രീകരണം നടത്തുക.
തിരിച്ചറിയൽ പ്രക്രിയയുടെ ഓഡിയോ വീഡിയോ ചിത്രീകരണം നടത്തേണ്ടതാണ്. അതായത് മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് നടത്തേണ്ടത്. അതുപോലെ തന്നെ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. സെക്ഷൻ 55 വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുവാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ കീഴുദ്യോഗസ്ഥനെ നിയോഗിക്കുമ്പോഴത്തെ നടപടിക്രമം. സെക്ഷൻ 55 എന്താ പറയണേ? വാറണ്ട് ഇല്ലാതെ ഒരു പ്രതി അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു കീഴുദ്യോഗസ്ഥനോട് മേലുദ്യോഗസ്ഥൻ പറയുമോ, അതിന്റെ നടപടിക്രമം എന്താണെന്ന് നോക്കാം. വാറണ്ട് ആണെങ്കിൽ ആ പേപ്പർ പേരെഴുതി കൊടുത്താൽ മതി. വാറണ്ട് ഇവിടെ ഇല്ല എങ്കിൽ പറയുന്നത് എന്താ നോക്കുന്നത്. 55 ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനോ 13-ാം അധ്യായത്തിൽ, 13-ാം അധ്യായം എന്ന് പറയുമ്പോൾ നമ്മുടെ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള പോലീസിന് വിവരം ലഭിക്കുന്നതും പോലീസിന്റെ അന്വേഷണത്തെ കുറിച്ചാണ് പറയുന്നത്. 13-ാം അധ്യായം ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ള 13-ാം അധ്യായം കേട്ടോ. 13-ാം അധ്യായത്തിന് കീഴിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യുവാൻ തന്റെ കീഴിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനോട് എന്ത് ചെയ്യാം? ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അപ്രകാരം ആരെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ളത്, ഏത് കുറ്റത്തിനാണോ ഇവ രണ്ടും നിർദ്ദിഷ്ടമാക്കുന്ന ലിഖിതമായ ഉത്തരവ് മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥന് നൽകണം. അപ്പോൾ എന്ത് കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്, ഇത് എന്ത് ചെയ്യണം? ആരെയാണ് അറസ്റ്റ് പേപ്പറിൽ എഴുതി കൊടുക്കണം. ചില സിനിമയിൽ കണ്ടിട്ടില്ലേ, മേലുദ്യോഗസ്ഥൻ എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ നായകനായിട്ടുള്ള കീഴുദ്യോഗസ്ഥനായ പോലീസുകാരൻ എന്താ ആവശ്യപ്പെടും? സാർ അതൊരു പേപ്പറിൽ എഴുതി തന്നാൽ ഞാൻ ചെയ്യാമെന്ന് പറയൂലേ, ആ ഒരു സംഭവമാണ്. ലിഖിതമായ ഉത്തരവ് വേണം. കാര്യം ഓറലായിട്ടുള്ള ഒരു ഉത്തരവ് പറഞ്ഞതിന് ശേഷം നാളെ ഇയാൾ നിഷേധിച്ച് എന്ത് ചെയ്യും? അതുകൊണ്ടാണ്. പോകുമ്പോൾ ആർക്ക് പോവും? ഈ അനുസരിക്കാൻ പോയ ഉദ്യോഗസ്ഥനായിരിക്കും നഷ്ടം. അറസ്റ്റ് നടത്തുവാൻ നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെടാനുള്ളയാളെ ഉത്തരവിന്റെ സാരാംശം അറിയിക്കേണ്ടതും അങ്ങനെയുള്ള ആവശ്യപ്പെടുന്നുവെങ്കിൽ ഉത്തരവ് അയാളെ കാണിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യണമെന്ന് അറിയാനുള്ള അവകാശം പ്രതിക്കുണ്ട്. ദെൻ 55 BNSSന്റെ മറ്റേ മോളത്തെ മനസ്സിലായല്ലോ. അറസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ പ്രതിയോട് പറയണം, ഞാൻ നിന്നെ ഇന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്, അതിനുള്ള ഓർഡർ അല്ലെങ്കിൽ ഓർഡറായിട്ടല്ല ആ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ പേപ്പർ ചോദിക്കുവാണെങ്കിൽ കാണിക്കണം. അല്ലാതെ ആദ്യമേ പേപ്പർ എടുത്ത് വാറന്റ് കാണിക്കുന്നല്ലോ കാണിക്കണ്ട. 55 BNSSന്റെ സെക്ഷൻ 55 യാതൊന്നും തന്നെ ഒരാളെ 35-ാം വകുപ്പിന് കീഴിൽ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാരത്തെ ബാധിക്കുന്നില്ല. അതായത് 35-ാം വകുപ്പിന് കീഴിൽ, 35-ാം വകുപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? വാറന്റ് ഇല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യാം? മുന്നിൽ കുറ്റകൃത്യം ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടില്ലേ, 7 വർഷത്തിൽ താഴെയുള്ള തടവ് ശിക്ഷയാണെങ്കിൽ എന്തെന്നൊക്കെയാണ് പ്രൊസീജിയർ. സായുധ സേനയിൽ നിന്ന് ഒളിച്ചോടി പോയ ആള്, അതേപോലെ തന്നെ എന്താണ് വിളംബരം ചെയ്യപ്പെട്ട കുറ്റക്കാരൻ, അങ്ങനെ കുറേ നമ്മൾ ലിസ്റ്റ് ചെയ്ത് പഠിച്ചല്ലോ. അപ്പോൾ 35-ന്റെ ക്ലാസ്സസ് ഒന്ന് കാണുക, അല്ലാത്ത ഡീറ്റെയിൽ എടുത്ത് പറയുന്നുണ്ട്. അത് പ്രകാരമുള്ള കാര്യത്തിൽ ഇതിന് ബാധിക്കുന്നില്ല കേട്ടോ. മുന്നേ വെച്ച് കുറ്റമൊക്കെ ചെയ്ത് അറസ്റ്റ് ചെയ്യാം, അവിടെ പേപ്പറിൽ എഴുതി കൊടുക്കണമെന്നൊന്നുമില്ല. ദെൻ സെക്ഷൻ 56 അറസ്റ്റ് ചെയ്യപ്പെട്ടയാളുടെ ആരോഗ്യവും സുരക്ഷിതത്വവും. സെക്ഷൻ 56 എന്താ പറയുന്നത്? അറസ്റ്റ് ചെയ്യപ്പെട്ടയാളുടെ ആരോഗ്യവും സുരക്ഷിതത്വവും. എടാ ഞാൻ നേരത്തെ പറഞ്ഞു, ലോക്കപ്പ് വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതി ആരാ ഉത്തരവാദിയായിട്ട് മാറുന്നേ? നമ്മുടെ പോലീസുകാരനല്ലേ. ഒരു കുറ്റാരോപിതന്റെ ആരോഗ്യവും സുരക്ഷിതത്വവും ന്യായമായ വിധത്തിൽ പരിരക്ഷിക്കേണ്ടത് ആ കുറ്റാരോപിതൻ ആരുടെ കസ്റ്റഡിയിലാണോ ഉള്ളത് ആ ആളിന്റെ കർത്തവ്യമായിരിക്കുന്നതാണ്. അപ്പോൾ ഒരു കുറ്റാരോപിതന്റെ ആരോഗ്യവും സുരക്ഷിതത്വവും ന്യായമായ വിധത്തിൽ പരിരക്ഷിക്കേണ്ടത് ആ കുറ്റാരോപിതൻ ആരുടെ കസ്റ്റഡിയിലാണോ ഉള്ളത് ആ പോലീസുകാരന്റെ കർത്തവ്യമാണ്. ആരാണോ അറസ്റ്റ് ചെയ്തത് എന്നല്ല, ആരുടെ കസ്റ്റഡിയിലാണോ ഉള്ളത് അയാളുടെ. ഓക്കെ. സെക്ഷൻ 57 അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ മജിസ്ട്രേറ്റിന്റെയോ പോലീസ് സ്റ്റേഷന്റെയോ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ ഹാജരാക്കണം. സെക്ഷൻ 57 പ്രകാരം വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അനാവശ്യമായ കാലതാമസം കൂടാതെ ജാമ്യം സംബന്ധിച്ച വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ ആ കേസിൽ അധികാരിതയുള്ള മജിസ്ട്രേറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെയോ മുമ്പാകെ കൊണ്ടുപോവുകയോ അയക്കുകയോ ചെയ്യേണ്ടതാണ്. ഇപ്പൊ സെക്ഷൻ 57 വാറന്റ് പ്രകാരം അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ വാറന്റ് പുറപ്പെടുവിച്ച കോടതിയുടെ മുമ്പാകെയാണ് വിടേണ്ടത്. എന്നാൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ സെക്ഷൻ 57 പ്രകാരം വാറന്റ് ഇല്ലാതെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിനെ എവിടെ കൊണ്ടുപോകണോടെ? സമയം കളയാതെ എത്രയും പെട്ടെന്ന് അയാളുടെ മേലുദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ ഏത് മജിസ്ട്രേറ്റിന് കീഴിലാണോ വരുന്നത് അവിടെ അയാളുടെ മേലുദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ ഏത് മജിസ്ട്രേറ്റിന് കീഴിലാണോ വരുന്നത് അവിടെ ഏൽപ്പിക്കേണ്ടതാണ്. ദെൻ സെക്ഷൻ 58 അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ 24 മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വെക്കരുത്. അപ്പോൾ BNSSന്റെ സെക്ഷൻ 58 പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ എത്ര മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വെക്കരുത്? 24 മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വെക്കരുത്. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെ ഒരു മജിസ്ട്രേറ്റിന്റെ അനുവാദമില്ലാതെ 24 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? സെക്ഷൻ 59 അറസ്റ്റ് ചെയ്യുന്നത് പോലീസ് റിപ്പോർട്ട് ചെയ്യണം. അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ആർക്കാ റിപ്പോർട്ട് ചെയ്യേണ്ടേ? മജിസ്ട്രേറ്റിന്. പോലീസ് സ്റ്റേഷനുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ തന്റെ സ്റ്റേഷൻ അതിർത്തിക്കുള്ളിൽ വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ വിവരങ്ങൾ ജില്ലാ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പൊ സെക്ഷൻ 59 എന്താ പറഞ്ഞേ? അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പോലീസ് റിപ്പോർട്ട് ചെയ്യണം.
പോലീസ് സ്റ്റേഷനുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ തന്റെ സ്റ്റേഷൻ അതിർത്തിക്കുള്ളിൽ വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുടെ വിവരങ്ങൾ ജില്ലാ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് സെക്ഷൻ 59. ഓക്കെ, അടുത്ത സെക്ഷൻ 60. അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ വിട്ടയക്കൽ. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന യാതൊരാളും അയാളുടെ സ്വന്തം ബോണ്ടിലോ അല്ലെങ്കിൽ ജാമ്യ ബോണ്ടിന്മേലോ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന്റെ പ്രത്യേക ഉത്തരവിന് കീഴിലോ അല്ലാതെ വിട്ടയക്കാൻ പാടുള്ളതല്ല. അപ്പൊ നമ്മളെ പോലീസ് വിളിച്ചുകൊണ്ട് പോയാൽ നമ്മൾ എങ്ങനെയൊക്കെ വിടുന്നേ? ഒന്നില്ല നമ്മളെ സ്വന്തം ബോണ്ടിൽ നമ്മളെ വിളിക്കുമ്പോൾ ഹാജരായിക്കൊള്ളാന്ന് എഴുതി വെച്ചിട്ട് പോവാം, അല്ലെങ്കിൽ വേറെ ആളുടെ ഒരു ജാമ്യ ബോണ്ടിൽ സ്റ്റേഷനിലാണ് പറഞ്ഞത്, കോടതിയിലല്ല, അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിന്റെ ഉത്തരവിന്റെ കീഴിലല്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ എന്ത് ചെയ്യാൻ പാടില്ല? വിട്ടയക്കാൻ പാടില്ല. ഓക്കെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന യാതൊരാളും ഈ പറഞ്ഞ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടല്ലാതെ അയാളെ വിട്ടേക്കാം. അകത്തോട്ട് പിടിച്ചുകൊണ്ട് പോകാൻ പോലീസുകാർ പിടിച്ചുകൊണ്ടും പിന്നെ വെറുതെ ഇറങ്ങി വരാൻ പറ്റത്തില്ല കേട്ടോ. അതാ സെക്ഷൻ 60 പറഞ്ഞേ. നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരാം തെളിയിച്ചാൽ. സെക്ഷൻ 61. രക്ഷപ്പെട്ടാൽ പിന്തുടർന്ന് വീണ്ടും പിടിക്കാനുള്ള അധികാരം. സെക്ഷൻ 61 പ്രകാരം നിയമാനുസൃത കസ്റ്റഡിയിൽ നിന്ന് ഒരാൾ ഓടി രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയോ ചെയ്തു എന്ന് വിചാരിച്ചോ, ആരുടെ കസ്റ്റഡിയിൽ നിന്നാണോ അയാൾ രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നത് അയാൾ ഇന്ത്യയുടെ ഏത് സ്ഥലത്തും പിന്തുടർന്ന് അറസ്റ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സംഭവം. സെക്ഷൻ 61 ഒന്നിങ്ങനെ പറയാം, ഞാനൊരാളെ അറസ്റ്റ് ചെയ്തു, സ്റ്റേഷനിൽ കൊണ്ടുവന്ന വഴിക്ക് ഇയാൾ ചാടിപ്പോയി. ഈ ചാടിപ്പോയ ആളെ എനിക്ക് ഇന്ത്യയിൽ എവിടെ നിന്ന് വേണോ പോയി പിടിക്കണം എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ എനിക്കതിനുള്ള അവകാശമുണ്ട്, പിന്തുടർന്ന് പിടിക്കാനുള്ള അധികാരമുണ്ട്. 61 61 കീഴിൽ അറസ്റ്റ് നടക്കുമ്പോൾ, അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ അറസ്റ്റ് നടത്തുവാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമില്ലെങ്കിൽ സെക്ഷൻ 44 പ്രകാരമുള്ള വ്യവസ്ഥകൾ ബാധകമാകുന്നു എന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പോൾ 61 പ്രകാരം സെക്ഷൻ 44 പ്രകാരമുള്ള വ്യവസ്ഥകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ബാധകമാകുന്നതാണ് എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ റീവൈൻഡ് ചെയ്തൊന്ന് കണ്ടുകൊള്ളണം കേട്ടോ, ക്ലാസ്സസ് ഒക്കെ ജസ്റ്റ് സ്പീഡിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് കുറച്ച് വകുപ്പുകളാണ്. അറസ്റ്റ് ഓഫ് എ പേഴ്സൺ, വ്യക്തികളുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് വരുന്ന ക്ലാസ്സിൽ നമുക്ക് സമൻസും വാറന്റുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത് വരുന്ന ക്ലാസ് നിങ്ങൾ മസ്റ്റാ കാണണം, അതിൽ നിന്ന് ഒരു മാർക്ക് കിട്ടുന്നതാണ്. സമൻസും വാറന്റും ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അത് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ നമുക്ക് വീണ്ടും വരുത്തേണ്ട അപ്ഡേറ്റ്സ് കാര്യങ്ങളും കൂടെ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സോടുകൂടെ ക്ലാസ്സിൻ്റെ വീഡിയോസ് നടത്തത്തില്ല. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും സിവിക്സിൻ്റെയും ഒക്കെ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലാസ്സസ് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഞാൻ ആരോമൽ. താങ്ക് യു ഓൾ.